ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം ഈ ഹമാസിന്റെ നാട് കടത്തപ്പെട്ട നേതാക്കളെ എക്കാലവും ഒരു ചിറകിനടിയിൽ എന്ന വിധം ഒളിപ്പിച്ച് നിർത്തുന്ന രാജ്യം ഖത്തറായിരുന്നു. അതുകൊണ്ട് ഖത്തറിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും. അതായത് ഗാസയിലെ പ്രശ്നത്തിൽ ഹമാസ് എത്രയും പെട്ടെന്ന് വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. അതായത് ഈ ഗസയിലെ പദ്ധതികളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യുന്നത് ഹമാസിൻ്റെ പുറത്താക്കപ്പെട്ട നേതാക്കൾ ഈ പറയുന്ന ഖത്തറിൽ ഇരുന്നു കൊണ്ടാണ് എന്നുള്ളത് ഇസ്രായേലിന് അറിയാം. ഇത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയാം, മൊസാദിനറിയാം, അത് ഭരണകൂടത്തെ കൃത്യമായിട്ട് അറിയിച്ചു. അതുകൊണ്ടാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇതാദ്യമായി ഖത്തറിൽ ഇസ്രായേൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നു എന്നർത്ഥം. അതായത് ഇസ്രായേലിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയുള്ള ഈ ഖത്തറിലേക്ക് വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങുന്നു. ഗസയിലെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടണമെങ്കിൽ താഴെ തട്ടിലുള്ള നേതാക്കളെ മാത്രം തീർത്താൽ പോരാ, ഇതിന് നിയന്ത്രണം നൽകുന്ന, ഇതിനെ ഏകോപിപ്പിക്കുന്ന ഹമാസിൻ്റെ നേതാക്കളെ തട്ടണം. ഇതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും ഒക്കെ മുകളിലൂടെ പറന്ന് വ്യോമാക്രമണം നടത്താനായിട്ട് ഇസ്രായേൽ തയ്യാറാകുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഈ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, മറ്റാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവ് പോലുമില്ല എന്ന് പറയുന്നു. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ തന്നെ തകിടം മറിക്കുന്ന ഒരു നീക്കമാണിതെന്നാണ് ലോകം വിലയിരുത്തുന്നത്. നമുക്കറിയാം ഖത്തർ കൂടാതെ സൗദി അറേബ്യ, അതുപോലെ UAE തുടങ്ങിയ രാജ്യങ്ങളും ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ധനമന്ത്രിയായ ബസലേൽ സ്മോട്രിച്ച് പറയുന്നത് ഈ ഇസ്രായേൽ ആർമി നടത്തിയ ഈ ആസൂത്രണം, അവരുടെ ആക്രമണം, ഇതിനെയൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത് ഇവിടം കൊണ്ട് നിർത്തുന്നില്ല. ഹമാസിൻ്റെ നേതാക്കളെ തീർക്കുന്നത് വരെ, അതല്ലെങ്കിൽ ഖത്തർ ആ രാജ്യത്ത് നിന്ന് നേതാക്കളെ പുറത്താക്കുന്നത് വരെ വീണ്ടും ആക്രമണം നടത്താൻ തയ്യാറാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖത്തർ ഇസ്രായേലിൽ ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തിയതോടുകൂടി ഭീരുത്വപരമായ ഒരു നിലപാടെന്ന് ഖത്തർ ഇതിനെ വിശേഷിപ്പിക്കുന്നു. കാരണം ഗസയുമായി ഉണ്ടായ പ്രശ്നത്തിൽ എല്ലായ്പ്പോഴും ഈ മൊസാദുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഹമാസിൻ്റെ നേതൃനിരയും ഒക്കെ തന്നെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യം ഈ പറയുന്ന ഖത്തറാണ്. അങ്ങനെയുള്ള ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്ന രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയെ ഒന്നാകെ ആശങ്കപ്പെടുത്തും. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സഖ്യങ്ങളെ ഈ ആക്രമണം സങ്കീർണമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നീക്കം മേഖലയിൽ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നൊക്കെ പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇത്തരത്തിലൊരു ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നേരിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇവിടെ എന്താ ലക്ഷ്യം? 2 വർഷത്തിനുള്ളിൽ 6 രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നു. ലക്ഷ്യം ഒന്ന് തന്നെ, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ആ മേഖലയിലെ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ഹമാസ് നടത്തുന്ന ഓപ്പറേഷൻ ഇനി അനുവദിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ബന്ദികളെ വിട്ടു നൽകണം, ഇതാണ് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമുക്കറിയാം 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൻ്റെ തിരിച്ചടി എന്ന നിലയിൽ ആദ്യം ലെബനനിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറുന്നു. ലെബനൻ കഴിഞ്ഞത് സിറിയയിലേക്ക് എത്തുന്നു, പിന്നീട് യമനെ ആക്രമിക്കുന്നു, അതിനുശേഷം പലസ്തീൻ ആക്രമണം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖത്തർ. അങ്ങനെ 6 രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഈ ആക്രമണത്തെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അറബ് രാജ്യങ്ങളെന്ന് പറയാം. ഇപ്പം മറ്റൊരു സംഭവം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. അതായത് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം അയത്തുള്ള അലി ഖമനയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവാണ്. നേരത്തെ ഇസ്രായേൽ ഈ ഖമനയെ ലക്ഷ്യമിട്ടെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തിയത് അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് ഇറാൻ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. അതായത് തങ്ങളുടെ രാജ്യത്തെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കാൻ IAEAക്ക് അനുമതി നൽകുന്നു എന്നാണ് പറയുന്നത്. കാരണം ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഫൊർദാൻ ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വീണ്ടും ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്ക പോലും ചിലപ്പോൾ അത് അറിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നു. അപ്പോൾ പരസ്പര വിശ്വാസം വീണ്ടെടുക്കാനായിട്ട്, നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇത്തരമൊരു നീക്കം നല്ലതാണെന്ന് പറയുന്നു. ഈജിപ്തിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ഒത്തുതീർപ്പ് ചർച്ച നടന്നത്. ഈജിപ്തിൻ്റെ വിദേശകാര്യമന്ത്രിയായ ബദർ അദ്ലാദി, അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി,
IAEAയുടെ ഡയറക്ടർ ജനറലായ റാഫേൽ ഗ്രേസി എന്നിവർ സംയുക്തമായി നടത്തിയ മീറ്റിങ്ങിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പം ഇറാനിലെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കാൻ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിലൂടെ ഇറാന് നേരെയുള്ള ഭീഷണി താൽക്കാലികമായിട്ട് തടയാമെന്ന് പറയുന്നു. പക്ഷേ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഖത്തറിന് മേൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയാൽ ട്രംപിന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ ആക്രമിച്ച് ഈ പറയുന്ന ഇറാനെ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് കൈ കഴുകാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ എപ്പോഴും പറയുന്നത് ഞങ്ങൾ അമേരിക്കയുമായി ആലോചിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതെന്നാണ്. ഇവിടെ ഖത്തറിനെ സംബന്ധിച്ച് ലോക രാജ്യങ്ങളുടെ മുന്നിൽ അപഹാസ്യരായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഹമാസിൻ്റെ നേതാക്കൾക്ക് അല്ലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എന്നും അഭയമേകുന്ന രാജ്യം ഖത്തറാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ ഇസ്രയേൽ നേരിട്ട് ഇത്തരൊരു ആക്രമണം നടത്തുകയും ഞങ്ങൾ ഹമാസിൻ്റെ നേതാക്കളെ ലക്ഷ്യമിട്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഖത്തർ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുകളെ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവരാണെന്ന് പരസ്യമായി സമ്മതിക്കേണ്ടി വരും. ഇപ്പം നമുക്കറിയാലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഇന്ത്യ നേരിട്ട് പാകിസ്ഥാൻ ഉള്ളിലേക്ക് കയറി ആക്രമിച്ചു. സമാനമായ രീതിയിലാണ് ഖത്തറിനുള്ളിലേക്ക് ആക്രമിക്കുന്നത്. ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അവിടുത്തെ സിവിലിയൻസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തന കേന്ദ്രങ്ങൾ അതാണ് ലക്ഷ്യമിട്ടത്, അവിടേക്ക് ആക്രമണം നടത്തി. ഒപ്പം പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളെ ആക്രമിച്ച് നശിപ്പിച്ചു. പക്ഷേ സിവിലിയൻസ് അധികം കൊല്ലപ്പെട്ടില്ല. ഇതിനെക്കുറിച്ച് ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു, ഇന്ത്യ കാണിക്കുന്ന നയതന്ത്ര നീക്കം നമ്മൾ മാതൃകയാക്കണം. കാരണം അവരെ ആക്രമിച്ചപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൃത്യമായി കണ്ടെത്തി ആക്രമിച്ച് അവർ ഇല്ലാതാക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഇവിടെ മൊസാദ് പോലെയുള്ള ശക്തരായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾക്കത് പറ്റുന്നില്ലയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മൊസാദിന് ഈ ഖത്തറിൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ഈ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ഷിൻബത്ത് എന്ന് പറയുന്ന മറ്റൊരു ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയും IDFും ചേർന്ന് ഈ ആക്രമണം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവായ മജീദ് അൽ അൻസാരി പറയുന്നത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് മാനദണ്ഡങ്ങളുടെയൊക്കെ നഗ്നമായ ലംഘനം നടത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു, ഞങ്ങൾ കൃത്യമായിട്ട് അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന്. അപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ മൊത്തം മിഡിൽ ഈസ്റ്റിൽ മറിയാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം UAE പ്രസിഡൻറ്റ് നേരിട്ട് ഈ പറയുന്ന ഖത്തറിലെ രാജാവിനെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അമീറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരമാധികാര രാജ്യമാണ്, ആ പരമാധികാര രാജ്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ആരെന്ത് പ്രവർത്തിച്ചാലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ സംരക്ഷകൻ എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇതേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൗനാനുവാദം നൽകാതെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരമൊരു ആക്രമണം നടത്തില്ല. അപ്പം ഇന്ത്യൻ മോഡൽ ആക്രമണം നടത്തി എന്നുള്ളത് ഇസ്രായേലിന് വളരെ അഭിമാനകരമാണ്. പക്ഷേ ട്രംപിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ പാകിസ്ഥാനെ ആക്രമിച്ച സമയത്തും വെടിനിർത്തലിന് മുന്നിട്ടിറങ്ങിയത് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിലൊരു അറ്റാക്കിൻ്റെ കാര്യം ഏതാണ്ട് 3000 കിലോമീറ്റർ ദൂരം ആ വ്യോമമാർഗം എത്തിയാണ് നടത്തിയത്. ഇത് അമേരിക്ക എടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ അതിനെ അബോട്ട് ചെയ്യാൻ പറഞ്ഞേക്കാം. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി ആക്രമണം നടത്തിയ ശേഷം മാത്രം വൈറ്റ് ഹൗസിനെ അറിയിക്കുന്നു. വളരെ തന്ത്രപരമായ ഒരു നിലപാട്. അപ്പോൾ ജോർദാനും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുകളിലൂടെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും, അത് വലിയ സംഘർഷങ്ങൾക്കിടയാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കെൻസ്റ്റൻ്റ് സ്പീക്കറായിട്ടുള്ള അമീർ ഒഹാമ എക്സിൽ കുറിച്ചത് ഇത് മിഡിൽ ഈസ്റ്റിന് മുഴുവനുള്ള സന്ദേശമാണ്. ഇവിടെ നിന്ന് ഹമാസ് നേതാക്കളെ ആരെങ്കിലും ഇനി സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തും. അതായത് എവിടെ പോയി ഒളിച്ചാലും ഹമാസിൻ്റെ നേതാക്കളെ ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് പിന്തുടർന്ന് നശിപ്പിച്ചിരിക്കും. അങ്ങനെ മാത്രമേ ഗസയിലെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ വേരറക്കുക എന്നുള്ള ഇന്ത്യൻ നിലപാടിനെ അതേപോലെ മാതൃകയാക്കിക്കൊണ്ട് ഇസ്രയേൽ ഹമാസ് തീവ്രവാദികളെ അല്ലെ നേതൃത്വത്തെ തീർക്കാനായിട്ട് ഖത്തറിൽ ആക്രമണം നടത്തി. ഇവിടെ ഒരേ സമയം ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട്, ഒപ്പം ഖത്തറിന് ഒരു പണി കൊടുക്കുന്നുണ്ട്. കാരണം പാകിസ്ഥാന് പരോക്ഷമായ ചില പിന്തുണയൊക്കെ ഖത്തറും നൽകുന്നുണ്ട്. ഇത് നമുക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ
തകിടം മറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സൗദി അറേബ്യയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായിട്ട് ഖത്തറിന് പിന്തുണ നൽകുന്നു. അപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ പറയുന്നത് ഹമാസ് നേതാക്കളെ ഖത്തർ പുറത്താക്കിയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ ആക്രമിക്കും. അത് ഖത്തറിനെ മാത്രമല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും ബാധിക്കും. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉള്ളതുകൊണ്ട് അമേരിക്കൻ സേനയെ ഉപയോഗിച്ചു പോലും ആ ആക്രമണം നടത്തുമെന്നുള്ള പരോക്ഷമായ സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.